എന്നെ ഒന്നുകൂടി പരിചയപ്പെടുത്താം. പേര് ജയശ്രീ, വാടാനപ്പള്ളി, സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ആണ്. RCM എന്ന ഈ ഒരു നന്മ ജീവൻ രക്ഷാ മാർഗം എന്ന് വേണമെങ്കിൽ പറയാം. 4 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് എത്തിച്ചു തന്ന എന്റെ ഗ്രേറ്റ് ലീഡേഴ്സായ ഭാഗ്യ മാഡത്തിനും ഗോപി സാറിനും എന്റെ ഹൃദയാർപ്പണം. കരുത്തും കരുതലുമായി എന്നെ മുന്നോട്ട് നയിക്കുന്ന RCMലെ എല്ലാ ഗുരുക്കന്മാരെയും ഒരുപാട് സ്നേഹത്തോടു കൂടി ഈ നിമിഷം ഓർക്കാണ്. ഒത്തിരി സന്തോഷം. ഇതുപോലെയുള്ള പല പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് എത്താൻ സാധിച്ചതും അതുപോലെ നമുക്ക് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇതിനെയൊക്കെ മാറ്റാൻ സാധിച്ചതിൽ ഞാൻ ഒരുപാട് ഈശ്വരനോട് എന്നും നന്ദി പറയാണ്. ഇഷ്ടപ്പെട്ടിട്ട് ഒന്നുമല്ല RCMലേക്ക് ഞാൻ വന്നത്. എനിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഇഷ്ടം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ, എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല, പിന്നെയല്ലേ ഇപ്പൊ RCMനെ ഇഷ്ടപ്പെടാനായിട്ട്. ഇഷ്ടപ്പെടാൻ മാത്രം ഒന്നും ജീവിതത്തിൽ ഇല്ലാതെ വരുമ്പോ നമുക്ക് നമ്മളോടാണ് ഏറ്റവും അധികം വെറുപ്പ് തോന്നുന്നത്, അല്ലെ? പക്ഷെ ഒരു 4 വർഷത്തെ ജീവിതത്തിലെ ആ സാഹചര്യങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ എന്റെ ഗുരുനാഥന്മാരുടെ ഒപ്പം നടന്ന് സിസ്റ്റം പാലിച്ച് അവർക്കൊപ്പം സഞ്ചരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പതുക്കെ പതുക്കെ ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. അങ്ങനെ എന്നിൽ കുറെ മാറ്റങ്ങൾ സംഭവിച്ചു. എനിക്ക് ആരോഗ്യപരമായി ഒരുപാട് നേട്ടങ്ങൾ കിട്ടി. എപ്പോഴും വൈദ്യനാഥൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ രാജൻ സാറ്, ഒരുപാട് ബഹുമാനമാണ്, സ്നേഹമാണ് അദ്ദേഹത്തോട്. കാരണം അദ്ദേഹത്തിന്റെ മുൻപിൽ ഒന്ന് ഇരുന്ന് കൊടുത്തതാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട് കാരണം. അപ്പോ എപ്പോഴും കേൾക്കാറുള്ള ഒരേ ഒരു വാക്യം എന്താ, വിദ്യാധനം സർവധനാൽ പ്രധാനം. പക്ഷെ കറുകുറ്റിയിലെ ഒരു ട്രെയിനിങ് ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കാൻ ഒരിട വന്നു, ആരോഗ്യം സർവധനാൽ പ്രധാനം. ഇതെന്താ ഇപ്പോ ഇങ്ങനെ ഒരു ആപ്തവാക്യം ജീവിതത്തിൽ കേട്ടിട്ടേ ഇല്ലല്ലോ. അപ്പൊ പിന്നെ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ഞാൻ അന്ന് ആകാംക്ഷയോടുകൂടി ഡോക്ടർ രാജൻ സാറിന്റെ ക്ലാസ് കേട്ടിരുന്നു. അപ്പോ പിന്നീടാണ് മനസ്സിലായത് ജീവിതത്തിലെ പ്രശ്നങ്ങള്, സങ്കടകരമായ അവസ്ഥകള്, ഇതിന്റെയൊക്കെ പരമപ്രധാനം ആരോഗ്യം തന്നെയാണ്. അപ്പോ പണം ഉണ്ടെങ്കിലും വിദ്യയുണ്ടെങ്കിലും ആ പഠിച്ച അറിവുകള് നമുക്ക് കഴിവാക്കി മാറ്റണം എന്നുണ്ടെങ്കിലും ഞാനെന്ന എന്റെ ഈ ശരീരം അത് വളരെ മനോഹരമായിട്ട് എനിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. അതിനുള്ളിലേക്ക് എന്തൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടോ അത് നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നല്ല ശരീരത്തിന് ഉടമകളായി, നല്ല ശരീരം നല്ല ആരോഗ്യത്തോടു കൂടി നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുള്ളൂ. മറ്റൊരാൾക്കും നാം ഒരു ഭാരമായി മാറാതെ ഈ ഭൂമി വിട്ടു പോകണം. എപ്പോഴും മുതിർന്നവര് പറയാറില്ലേ, ഒരു ഗ്ലാസ് വെള്ളം, വയ്യാണ്ടായി കിടന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം മറ്റൊരാളുടെ കൈകൊണ്ട് എടുത്തു തരാൻ പാകത്തിന് ദൈവമേ നീ എന്നെ ഈ ഭൂമിയിൽ ഇട്ടേക്കരുത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഈ ജീവിച്ചിരിക്കുമ്പോ മനോഹരമായിട്ട് ഈ ദേഹത്ത് നിന്ന് ദേഹി വിട്ടു പോകണം, ആർക്കും ഒരു ഭാരമാവാതെ. അതിന് തീർച്ചയായിട്ടും RCM ഉൽപ്പന്നങ്ങൾ ഉപകരിക്കുമെന്ന് 4 വർഷത്തെ ജീവിതം കൊണ്ട് എന്റെ വീട്ടിലുണ്ടായ അനുഭവമാണ്. ഒരു സംശയവുമില്ല. ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നു. ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റിന്റെ ഉപയോഗത്തിലൂടെ ആരോഗ്യം തിരിച്ചു കിട്ടി. 4 വർഷങ്ങൾക്ക് മുൻപ് വീട്ടിലുണ്ടായിരുന്ന അവസ്ഥ, ഭർത്താവിന് കൊളസ്ട്രോള്, യൂറിക് ആസിഡ്, പ്രഷർ, അത് ഒരു ഭാഗത്ത് മരുന്ന് നടക്കുന്നു. അമ്മയ്ക്കാണെങ്കിൽ ഇയറിംഗ് ബാലൻസിന്റെ പ്രശ്നം, വെർട്ടിൻ 16 എന്ന ഗുളിക ഒത്തിരി കാലങ്ങൾ, ഒരു 35 വയസ്സ് തൊട്ട് അമ്മ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കാലിന്റെ മുട്ട്, സാധാരണ ഇന്ത്യൻ കക്കൂസിൽ പോലും, യൂറോപ്പിലൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്ത്യൻ കക്കൂസിലൊന്നും എൻ്റെ അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റുമായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ പുറമേ നിന്നും സ്റ്റൂളൊക്കെ വാങ്ങിയിട്ടാണ് അമ്മ അത് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ വൈറ്റമിൻ ടാബ്ലറ്റുകളൊക്കെ ധാരാളമായിട്ട് കൊടുത്തിരുന്നു. എനിക്കാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഫൈബ്രോയിഡ്, സിസ്റ്റ്, PCOD, കൊളസ്ട്രോള്, ഷുഗർ, ഒരുവിധം എല്ലാ അസുഖങ്ങളും ഉണ്ടായിരുന്ന ഒരു കുടുംബം. ഇന്ന് അഭിമാനത്തോടു കൂടി പറയട്ടെ, RCMൽ വന്നിട്ട് 4 വർഷം, 3.5 വർഷമായി ഒരു പാരസെറ്റമോൾ പോലും എന്റെ വീട്ടിലില്ല. മരണം വരെ എന്റെ ഭർത്താവിന് ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനുള്ള ഒരു ഗുളിക കഴിക്കണമെന്ന് ഇവിടെ PhD ഒക്കെ എടുത്തൊരു ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നതാണ്. 3.5 വർഷമായി അദ്ദേഹം ആ ടാബ്ലറ്റ് നിർത്തിയിട്ട്. യൂറിക് ആസിഡ് പരമമായ അവസ്ഥയിലായിരുന്നു. ഗിലോയ് തുളസിയുടെ ഉപയോഗം കൊണ്ട് അതും നിന്നു. ഈ വെർട്ടിൻ 16 എന്ന ഇയറിംഗ് ബാലൻസിന്റെ ഗുളിക അമ്മ നിർത്തി. അമ്മയ്ക്ക് 78 വയസ്സാണ്. 3.5 വർഷമായി നിർത്തിയിട്ട് ഒമേഗ 3യുടെ സ്ഥിരമായ ഉപയോഗം. ഫൈബ്രോയിഡ്, സിസ്റ്റ്, PCOD തുടങ്ങിയ സകല പ്രശ്നങ്ങളും 3 സെന്റിമീറ്ററോളം ഉണ്ടായിരുന്ന എന്റെ ഗർഭാശയ മുഴ ഒരു 3 മാസത്തെ ഉപയോഗം കൊണ്ട് 1.5 സെന്റിമീറ്റർ ആയിട്ട് ചുരുങ്ങുകയും ഇന്ന് 51 വയസ്സ് പ്രായമുള്ള എനിക്ക് പീരീഡ്സ് കറക്റ്റാണ്, ഗർഭാശയ മുഴകൾ ഇല്ല, ആർത്തവ സംബന്ധമായ വേദനകൾ ഇല്ല, തികച്ചും സുന്ദരമായ ജീവിതം. അപ്പൊ കുറച്ച് ഉൽപ്പന്നങ്ങളെ നമുക്ക് പരിചയപ്പെടാം. കുറച്ച് ദിവസങ്ങളായി മനോഹരമായി നമ്മൾ ഉൽപ്പന്നങ്ങളെ കുറിച്ച് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഉൽപ്പന്നങ്ങൾ സംസാരിക്കും, നമ്മളല്ല സംസാരിക്കുക. തീർച്ചയായിട്ടും ഒരു ഹോം മീറ്റിംഗ് എടുക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. അത് ഹൃദയത്തിൽ നിന്ന് പറയണം.
അത് ഹൃദയത്തിൽ നിന്ന് പറയേണ്ടത് എങ്ങനെയാ? നമുക്ക് ഓരോ പ്രൊഡക്റ്റും അനുഭവത്തിലൂടെ വരുമ്പോ അറിയാതെ ആ ഒരു ശക്തി നമ്മളിൽ പ്രവേശിക്കും. അത് ശരിക്കും മുൻപിലിരിക്കുന്നവരുടെ കണ്ണുകളിലേക്ക് നമ്മളുടെ ശരീരവും നമ്മുടെ മനസ്സും അവിടെ എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും. ഇന്നും ഹോം മീറ്റിംഗ്, ഒരു ഹോം ഷോപ്പ് ഉദ്ഘാടനം ഉണ്ടായിരുന്നു, അവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പൊ നമുക്ക് കാണുമ്പോ ചെറുതെന്ന് തോന്നാവുന്ന കുഞ്ഞൻ പ്രൊഡക്റ്റുകളുണ്ട്. എന്ത് ഭംഗിയാണെന്നറിയോ ആ ചെപ്പുകളിൽ ഇങ്ങനെ പച്ച, നീല, വയലറ്റ്, റെഡ് കളറുകളിൽ ഇരിക്കുന്ന കുറച്ച് കുഞ്ഞൻ പ്രൊഡക്റ്റുകൾ കണ്ടില്ലേ? ഇതൊക്കെ ഏറെ മനോഹരമാണ്. ഒന്ന് നോക്കൂ, എന്താ ചന്തം! ഇതിങ്ങനെ വെക്കുമ്പോ തന്നെ ഏറെ ചന്തമുണ്ട് അല്ലെ കാണാനായിട്ട്. അപ്പൊ അതുപോലെ ചന്തം തന്നെയാണ് ഇതിലെ ഓരോ ഗുണങ്ങളും വിശേഷങ്ങളും. അപ്പൊ ഫസ്റ്റ് ഞാനത് പരിചയപ്പെടുത്താം. അനാർദ്ദനാഗോലി. ഇതാണ് എന്റെ ഭാഗ്യ മാഡം എനിക്ക് ആദ്യമായിട്ട് തന്ന പ്രൊഡക്റ്റ്. വുമൺ ടാബ്ലറ്റ് അല്ല, ആദ്യമായിട്ട് തന്നത് ഈ അനാർദ്ദനാഗോലിയാണ്. പക്ഷെ ഞാനിത് ഉപയോഗിച്ചില്ല. ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് പരിചയമുള്ള ഒരാൾ എന്റെ അടുത്ത് ചോദിച്ചു, ഇതെന്താ ജയെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് ഞങ്ങള് രത്നേച്ചിന്നാ വിളിക്കുക, രത്നേച്ചി തന്നതാണ്, ഗ്യാസ് മാറുന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുള്ള ഒരാളും കൂടിയിട്ടാണ്. അപ്പൊ ഗ്യാസ് മാറുന്നു പറയുന്നുണ്ട്, അങ്ങനെ തന്നതാണെന്ന് പറഞ്ഞു. പൊട്ടിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അയ്യോ ജയ, എനിക്ക് നല്ല ഗ്യാസിന്റെ ബുദ്ധിമുട്ടാണ്, അപ്പൊ നീ ഇത് എനിക്ക് തരുമോ ചോദിച്ചു. ഞാൻ അതുമ്മ ഉണ്ടായിരുന്ന MRP ആലോചിക്കണേ ഭാഗ്യമാണ്, എനിക്ക് വെറുതെ തന്നതാ. ഞാൻ അതുമ്മ ഉണ്ടായിരുന്ന MRPക്ക് അങ്ങേർക്ക് അത് വിറ്റു. അക്രമല്ലേ കാട്ടിയത്? സെൽഫ് യൂസ് ചെയ്തിട്ടാണ് ഒരു പ്രൊഡക്റ്റ് കൊടുക്കണം എന്നാ പറയുക. സത്യമായിട്ട് അത് ചെയ്തില്ല. ഞാനത് ഈ രീതിയിൽ കൊടുത്തു. കൊടുത്തു കഴിഞ്ഞ് അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി ഉപയോഗിച്ചതിന് ശേഷമുണ്ട് എന്നെ വിളിച്ചേക്കണു, ജയ അത് ഗംഭീരമാണ്, എനിക്ക് ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വളരെ റിലാക്സ് കിട്ടി, ഇത് എവിടെ നിന്ന് കിട്ടും എന്ന് വെച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഞാൻ ഉപയോഗിക്കാണ്ടല്ലേ ഇപ്പൊ ഇത് കൊടുത്തത്. നേരെ ഞാന് ഭാഗ്യ മാഡത്തിന്റെ വീട്ടിലേക്ക് വീണ്ടും ചെന്നു. ഭാഗ്യ മാഡം ഇത് നല്ലതാന്ന് പറയുന്നത്, അപ്പൊ നീ ഉപയോഗിച്ചില്ലേ? ഞാൻ ഉപയോഗിച്ചില്ല. നീ ഉപയോഗിക്കാണ്ടാണോ മോളെ കൊടുത്തത്? കാശിന് കുറെ ബുദ്ധിമുട്ടില്ലേ, ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാ. എപ്പോഴും ഞാൻ പറയാറുണ്ട്, മഞ്ഞ കാർഡാണ് എന്റെ. അപ്പൊ ഏറ്റവും ദരിദ്രവാസിയായ ഒരു ജന്മാണ്. അപ്പൊ പിന്നെ ഒരു 30 രൂപ 35 രൂപ കിട്ടാന്ന് പറഞ്ഞ സന്തോഷല്ലേ. അപ്പൊ എന്നോട് പറഞ്ഞു, ഇനി അങ്ങനെ ചെയ്യരുത്, നമ്മൾ ഉപയോഗിച്ചാലല്ലേ നമുക്ക് ഫീൽ ചെയ്ത് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് ശരിയാണ്, പിന്നീടാണ് അത് മനസ്സിലായത്. അപ്പോ അത്രയ്ക്കും നല്ല, ഞാൻ ഉപയോഗിക്കാതെ ഞാൻ കൊടുത്തിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ആണ് അനാർദ്ദനാഗോലി. ഇതിന്റെ സവിശേഷത എന്ന് പറഞ്ഞാല് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് ശരിയായ രീതിയിൽ ഡൈജസ്റ്റ് ആകുന്നതിന് സഹായിക്കുന്ന ഉൽപ്പന്നമാണ് അനാർദ്ദനാഗോലി. ഈ ഒരു ഉൽപ്പന്നം 3-4 എണ്ണമൊക്കെ നമുക്ക് നുണഞ്ഞു കഴിക്കാം. HB ഹീമോഗ്ലോബിൻ കൂടാൻ ഏറ്റവും സഹായകമാണ്. ഇന്ന് കൂടുതൽ സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പറയുന്ന രക്തക്കുറവ്. എനിക്കും അങ്ങനെയായിരുന്നു കേട്ടോ, അതിലൊരു സംശയവുമില്ല. HB 12 മുകളിൽ വേണമെന്നിരിക്കെ ഭൂരിഭാഗം സ്ത്രീകൾക്കും ഒന്നുകിൽ 8 അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ 10, ഇതൊക്കെയാണ് സ്ത്രീകളുടെ HB നില. എനിക്കും 8 ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റും ഈ ഒരു അനാർദ്ദനാഗോലിയുടെ 4-5 എണ്ണം വരെയൊക്കെ ഞാൻ ഒരു ദിവസം നുണഞ്ഞ് കഴിക്കുമായിരുന്നു. ഇതിന്റെ ഉപയോഗത്തോട് കൂടിയിട്ട് ഇന്ന് എന്റെ HB ലെവല് 13.5 അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ടാബ്ലറ്റുകളൊക്കെ പുറമേന്ന് പോയി കഴിച്ചിരിക്കുന്നു, എത്ര ഗുളികകള് ഇംഗ്ലീഷ് വൈദ്യം ചെയ്തിരിക്കുന്നു, എത്ര കഷായങ്ങൾ കുടിച്ചേക്കുന്നു. ഡെക്സോറഞ്ച് എന്നോ മറ്റോ പറഞ്ഞിട്ടുള്ള ഒരു സിറപ്പ് ഉണ്ട്, അങ്ങനെ ഞാൻ തോന്നുന്നു അതിന്റെ പേര്. കാശില്ലെങ്കിൽ കൂടി കുറെ അത് വാങ്ങി കുടിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല അയണിന്റെ ടേസ്റ്റും മധുരമൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ടൊന്നും HB കൂടിയിട്ടില്ല. ഡെക്സോറഞ്ചിന്റെ കുപ്പികൾ ഒരുപാട് വാങ്ങി കഴിച്ചിട്ടും ഹീമോഗ്ലോബിന്റെ നിലയൊന്നും എനിക്ക് കൂടിയിട്ടില്ല. പക്ഷെ നമ്മുടെ ഈ ഒരു അനാർദ്ദനാഗോലിയുടെ ഒരു 3 മാസത്തെ കണ്ടിന്യൂസ് ഉപയോഗം കൊണ്ടും ഒപ്പം വുമൺ ടാബ്ലറ്റ് HB കൂടാനല്ല ഞാൻ കഴിച്ചത്, എന്റെ സിസ്റ്റം ഫൈബ്രോയിഡ് മാറാനാണ്. പക്ഷെ ഈ ഉപയോഗത്തിലൂടെ 13.5 എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പോ ഏറ്റവും നമുക്ക് സന്തോഷമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ശരിയായ അളവില് ഭക്ഷണത്തില് അയൺ ചെല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഹീമോഗ്ലോബിൻ ഒക്കെ നമുക്ക് കുറഞ്ഞു വരുന്നത്. അപ്പൊ നാരുകൾ ധാരാളം ഉള്ളതിനാൽ ദഹനം കൂട്ടാൻ സഹായിക്കും. പിന്നെ ഒരു പ്രധാന വിഷയം ഉണ്ട് കേട്ടോ, മൂലക്കുരു ഉള്ളവർക്ക് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ്. എന്റെ കൂടെയുള്ളൊരു അമ്മയുണ്ട്, എനിക്ക് പരിചയമുള്ളതാണ് അവർക്ക് ഇതുപോലെ മൂലക്കുരുവിന്റെ പ്രയാസം നല്ലോണം ഉണ്ട്. മാത്രമല്ല മലത്തിന്റെ കൂടെ അവർക്ക് ബ്ലഡ് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി.
അപ്പൊ അങ്ങനെ വലിയ സുഖമൊന്നുമില്ലല്ലോ, ബ്ലഡ് പോകുമ്പോഴും ബുദ്ധിമുട്ടാണ്. അതേപോലെ യാത്രകളിലൊക്കെ അവർക്ക് ഇങ്ങനെ മുണ്ടിന്റെ പുറകിലൊക്കെ സെറ്റ് മുണ്ടൊക്കെ എടുക്കുന്ന ഒരു അമ്മയാണ്. അങ്ങനെ കണ്ട് പ്രയാസപ്പെട്ടു ഒത്തിരി ഡോക്ടർമാരെയൊക്കെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഇത് മാറൊന്നുമില്ല, അത് നമുക്ക് ഓപ്പറേഷൻ ചെയ്തൊക്കെ കളയണം എന്ന് പറഞ്ഞു. പ്രായം ഒരുപാടുണ്ട്. ഈ സമയത്തൊക്കെ മൂലക്കുരുവിനൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് ഏറെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ന്യൂട്രീഷൻ ട്രെയിനർ സുരേഷ് സാറ് പറയാറുണ്ട്, മൂലക്കുരുവിന് വേണ്ടി ഒരു ഓപ്പറേഷൻ കഴിക്കുമ്പോ എപ്രകാരമാണോ നമ്മളുടെ വീടിനുള്ളിൽ, നമുക്കൊരു വീടുണ്ടല്ലോ, ആ വീടിന്റെ വാതിൽ അടയ്ക്കാതിരുന്നാല് ആ വീടിനുള്ളിലേക്ക് അനുവാദം ചോദിക്കാതെ ഒരു വ്യക്തി കടന്നു വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ അത് പ്രകാരമാണ് ആ മലദ്വാരത്തിലുള്ളത് കട്ട് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമുക്ക് മലവിസർജനം ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത്ര ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന പറയണേ. അതൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ശേഷി നമ്മുടെ ശരീരത്തിനുള്ളത് കൊണ്ടല്ലേ ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോയി. എന്റെ അമ്മയൊക്കെ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ രാജസ്ഥാനിലൊക്കെ ഞങ്ങൾ കമ്പനി കാണാനൊക്കെ ആയിട്ട് പോകുമ്പോ പെട്ടെന്ന് ട്രെയിനിലേക്കുള്ളിലേക്കൊക്കെ കയറുമ്പോ അങ്ങനത്തെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അതൊക്കെ നമുക്ക് സഫർ ചെയ്യാൻ കഴിയുന്നത് ആ ഒരു ഉറപ്പും ബലവും ഒക്കെ നമുക്ക് ഉള്ളത് കൊണ്ടാ. ഈ മൂലക്കുരുവിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം ശരിക്കും വളരെ ലൂസാവുന്ന പറയണേ. അപ്പൊ നമുക്ക് മലം പിടിച്ചു നിർത്താനൊന്നും സാധിക്കില്ല അത്രേ. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് ഇത് നിർബന്ധമായും ചെയ്യണമെന്ന് ആ അമ്മയോട് പറയുകയുണ്ടായി. പക്ഷെ നമ്മൾക്കറിയാം നമ്മുടെ പ്രൊഡക്റ്റില് ഈശ്വരന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുള്ളതാണ്. അത് ഉപയോഗിക്കുന്നവർക്ക് അതിലൂടെ തീർച്ചയായിട്ടും അനുഗ്രഹം കിട്ടുമെന്ന് ഇതൊക്കെ എന്റെ വീട്ടിലെ അനുഭവം ഉള്ളത് കൊണ്ടാണ്. പ്രൊഡക്റ്റുകളുടെ ഒരു കലവറയാണ് എന്റെ കുടുംബം എല്ലാവരും. അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് പറയാലോ, ഞാൻ അവർക്കത് കൊടുത്തു. അവരോട് പറഞ്ഞു ഉപയോഗിക്കൂ. നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോ എപ്പോഴും രാജൻ സാറ് പറയും, ആ പ്രൊഡക്റ്റിലുള്ള ഒരു വിശ്വാസം, ആ സിസ്റ്റത്തിലുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ ആ പറയുന്ന വ്യക്തിയില് എനിക്ക് ഹ്യൂമൻ ടാബ്ലറ്റിനോട് ഒരു ഇഷ്ടമില്ല, വിശ്വാസവും ഇല്ല. എനിക്ക് RCM പ്രസ്ഥാനത്തെ അറിയില്ല. പക്ഷെ എന്റെ കൈകളിലേക്ക് തന്ന ഭാഗ്യമേടത്തിനെ നീ ഒന്ന് വിശ്വസിക്കൂ എന്ന് എന്റെ ഭർത്താവ് പറയാനുണ്ടായത്. കാരണം അവർ നമ്മുടെ ബന്ധുവല്ലേ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടിലുള്ളവരല്ലേ, അവരെ നമുക്ക് കാണാലോ, നീ ഒന്ന് വിശ്വസിക്കൂ. സത്യമായിട്ടും ആ വിശ്വാസത്തോടു കൂടി തന്നെ അവരത് ഉപയോഗിച്ചു. ഉപയോഗിച്ചിട്ട് ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും മലത്തിലൂടെ ബ്ലഡ് പോകുന്ന അവസ്ഥ നിന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നും അവര് എന്റെ അടുത്ത് നിന്ന് ഇത് വാങ്ങി കഴിക്കുന്നുണ്ട്. മൂലക്കുരു സംബന്ധമായ യാതൊരു പ്രശ്നങ്ങളും ആ അമ്മയ്ക്കില്ല. അപ്പൊ അതൊക്കെ തന്നെ പോരെ, നമുക്ക് കൊടുത്ത് റിസൾട്ട് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥ, ഈ മൂലക്കുരൊക്കെ ഉള്ളവര് 3 or 4 എണ്ണം നുണഞ്ഞു കഴിക്കുക, നുണഞ്ഞു കഴിക്കണം കേട്ടോ. മിഠായി പോലെ വെറുതെ വായിലിട്ട് വെള്ളം കൂട്ടിയിട്ട് ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കുന്ന പോലെ കഴിക്കരുത്. കാരണം എന്താ, കുഞ്ഞു മിഠായി രൂപത്തിലാണ് ഈ ടാബ്ലറ്റ് ഇത് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നുണഞ്ഞു കഴിക്കണം. ഇതാണ് കേട്ടോ ഈ ഗുളിക, മിഠായി രൂപത്തിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ നുണഞ്ഞ് എല്ലാ രസങ്ങളും കൂടി ചേർന്നതാ. എന്തെങ്കിലും ഒരു പ്രയാസം വയറിന് തോന്നിയാൽ ഇപ്പൊ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം തെളിഞ്ഞു വരും ചില സമയത്ത്, എനിക്കൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ എടുത്ത് വായിലിട്ടൊന്ന് നുണഞ്ഞ് കഴിച്ചാൽ ഏറ്റവും നല്ലതാണ്. കുഞ്ഞുമക്കൾക്ക് ഒരെണ്ണമൊക്കെ വേണമെങ്കിൽ കൊടുക്കാം, അതിലും കൂടുതലൊന്നും വേണ്ട. അല്ലെങ്കിൽ 4, 5, 6 എണ്ണം കഴിച്ചാലും ഒരു പ്രശ്നമില്ല. ഏറ്റവും ഒരുമിച്ചല്ല, ഒരു ദിവസം കൊണ്ട് ഒരു 5 എണ്ണമൊക്കെ നമുക്ക് കഴിക്കാം. അപ്പൊ ഇതില് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് പറയാം, ഒന്ന് ശ്രദ്ധിച്ചോളൂ. എഴുതിയെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എഴുതിയെടുക്കാം. നമുക്ക് നാളെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ അത് ഏറ്റവും ഉപകാരപ്രദമാവും. അപ്പൊ 17ഓളം പച്ചമരുന്നുകളാണ് ഇതിൽ ഉള്ളത്. 1 കാട്ടുമാതളം, 2 മാങ്ങ, 3 ചെറുനാരങ്ങ, 4 റോസിന്റെ സത്ത്, 5 ചുക്ക്, 6 പെരുംജീരകം, 7 ഏലക്കായ, 8 ഉപ്പ്, 9 ശർക്കര, 10 കാരുപ്പ്, 11 ചുക്ക്, 12 കുരുമുളക്, 13 തിപ്പലി, 14 മല്ലി, 15 കായം, 16 അയേൺ, 17 കാൽസ്യം തുടങ്ങി ധാരാളം ധാതുക്കളും വിറ്റാമിനുകളും അടങ്ങിയ ഈ ഉൽപ്പന്നം ഞാനിപ്പോ കാണിച്ചു തന്നു. മിഠായി രൂപത്തിലാണ്. ഇതിന്റെ MRP ആകെ നമുക്ക് 47 രൂപയെ വരുന്നുള്ളൂ. DP നമുക്ക് 38 രൂപയ്ക്ക് കിട്ടും. 24 PV ഉണ്ട്. അപ്പൊ ഈ ഉൽപ്പന്നം എല്ലാവരിലേക്കും എത്തിക്കുക. രണ്ടാമതായിട്ട് ഹജ്മ ഗോലി കണ്ടു. അടുത്തത് നല്ല ഭംഗിയുള്ള നീല കളർ അല്ലെ. ഇത് ഷോപ്പുകളിൽ ഇരിക്കുന്നത് കാണാൻ തന്നെ ഒരു ചന്താണ്. അപ്പൊ ഹജ്മ ഗോലി എന്ന് പറഞ്ഞാല് ദഹന സംബന്ധമായ, എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ, ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഏറ്റവും ഉപകാരപ്രദമായ മറ്റൊരു ഉൽപ്പന്നമാണ് ഹജ്മ ഗോലി. സമയത്തിന് ആഹാരം കഴിക്കാൻ സാധിക്കാതെ വരുമ്പോഴും ഹെവി ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോഴും ദഹന പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്.
അപ്പൊ ഇത് വായിലിട്ട് ഇതുപോലെ നേരത്തെ അനാർദ്ദനാഗോലി കഴിച്ച പോലെ തന്നെ സാവധാനം നമുക്ക് അലിയിച്ച് കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. ചുരുക്കി പറഞ്ഞാല് അസിഡിറ്റി, പുളിച്ചു തികട്ടല്, ദഹനക്കുറവ്, രോഗപ്രതിരോധ ശേഷി, ഗ്യാസ് പ്രശ്നങ്ങള് എന്നിവയ്ക്ക് ഉത്തമ പരിഹാരമാണ് ഹജ്മാഗോലി. ഈ ഹജ്മാഗോലി എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അതിന് വേറൊരു ടേസ്റ്റാ. അനാർദ്ദനാഗോലിക്ക് നല്ല രസമാണ്. നേരത്തെ പറഞ്ഞ ആ ഒരു മധുരവും ഉപ്പും പുളിയും എല്ലാം അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ വേറൊരു ടേസ്റ്റാ. അപ്പൊ അങ്ങനെ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നല്ലല്ലോ നമ്മൾ വരിക. പക്ഷെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം അതൊക്കെ നമ്മുടെ കുട്ടികളല്ലേ, നമുക്ക് ആവശ്യമുള്ളതല്ലേ. അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ എറണാകുളത്തേക്ക് പോകുമ്പോ എന്റെ ഗുരുനാഥനും മെന്ററായിരിക്കുന്ന സജീവ് കുമാർ സാറ് അദ്ദേഹം എനിക്കൊരു ക്ലാസ് തരാൻ വേണ്ടി ഞാനും സുന്ദരൻ സാറും കൂടിയിട്ട് അദ്ദേഹം കൂടി എറണാകുളത്തേക്ക് പോവാണ്. അപ്പൊ കൊടുങ്ങല്ലൂർ വെച്ച് ഞങ്ങളൊരു കാപ്പി കുടിക്കാൻ കയറിയപ്പോ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത, വായിലൊക്കെ വെള്ളം തെളിയുന്ന പോലെയൊക്കെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അദ്ദേഹം ആ ബാഗിൽ നിന്ന് എടുത്തിട്ട് എനിക്ക് ഈ ഹിങ് പാഡ് ഇത് തന്നു കേട്ടോ, ഈ ഹജ്മാഗോലി. സത്യമായിട്ടും എനിക്കിത് കിട്ടിയപ്പോ എങ്ങനെയാ കഴിക്കുക, സജീവ് സാർ തന്നിട്ട് പിന്നെ നമുക്കത് തുപ്പി കളയാനായിട്ട് പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉള്ളിൽ തോന്നി. അങ്ങനെയാണ് ഞാൻ ആ പ്രൊഡക്റ്റ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഇതൊന്നും ഞാൻ എന്റെ മെന്ററുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഞാൻ ടീമിലും പറഞ്ഞിട്ടില്ല, ഞാൻ ഇവിടെ തുറന്നു പറയുകയാണ്. പക്ഷെ അത് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതാണോ ഇനി ബെസ്റ്റ് അതോ അനാർദ്ദനയാണോ ബെസ്റ്റ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പെട്ടെന്ന് തന്നെ അത് ഡൈജസ്റ്റ് ആവുകയും ആ ഒരു വയറിന്റെ ഉള്ളിങ്ങനെ നമ്മൾ ഇങ്ങനെ പറയില്ലേ, വയറിന്റെ ഈ നെഞ്ച് ഭാഗത്തേക്ക് വയറ് മുട്ടി വരുന്നൊരവസ്ഥ, വല്ലാത്തൊരു അസ്വസ്ഥത. എന്തെങ്കിലും ചെറിയൊരു ഭക്ഷണം കഴിക്കുമ്പോഴേക്കും തോന്നും ശ്വാസം മുട്ടുന്ന പോലെ ഒരു ബുദ്ധിമുട്ട്. അതിനൊക്കെ നല്ല പരിഹാരമായിട്ട് ഈ ഒരു ഹജ്മാഗോലി ഉപകാരപ്രദമായി. ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ്, ഒന്നിനൊന്ന് മെച്ചം, ഏതെടുത്താലും സൂപ്പറാണ്. ഇനി ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയാം, എഴുതിക്കോളൂ. ഇതിൽ ഏകദേശം ഒരു 10ഓളം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. 1 പുതിന, 2 ഇന്ദുപ്പ്, 3 ചുക്ക്, 4 ഗ്രാമ്പു, 5 ഏലക്ക, 6 ജീരകം, 7 ഇഞ്ചി, 8 ചെറുനാരങ്ങ, 9 നെല്ലിക്ക, 10 ശർക്കര. അപ്പൊ നോക്കൂ, എല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളാണ്. നമുക്ക് ഒരു തരത്തിലുള്ള പ്രയാസകരമായ ജീവിത ശൈലിയും എല്ലാം നമുക്ക് വിട്ടുപോകാനായിട്ട് ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻസ് കൊണ്ട് സമ്പുഷ്ടമാക്കിയതാണ് ഈ കുഞ്ഞൻ പ്രൊഡക്റ്റുകൾ. ഇതിന് വരുന്നത് 47 MRP, DP 39, PV 24. അപ്പൊ നല്ല രീതിയിൽ ഉപയോഗിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് കിട്ടിയ സന്തോഷവും നമുക്ക് കിട്ടിയ സമാധാനവും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്താല് RCM എന്ന പ്രസ്ഥാനത്തിലൂടെ നമുക്കും വിജയിക്കാം, നമ്മുടെ കൂടെയുള്ളവർക്കും വിജയിക്കാം. അത് ജീവിതാവസാനം വരെ നമുക്ക് സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോകാനായിട്ടും സാധിക്കും. പിന്നെ ഇത് നോക്കൂ, ഉദരസഫ, മറ്റൊരു വയലറ്റ് കളർ അല്ലെ, നല്ല ഭംഗിയുണ്ട്. ഇതിനെ കുറിച്ച് കുറച്ച് കൂടുതൽ പറയാട്ടോ, കാരണം ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ആ ഇൻഗ്രീഡിയൻസിന്റെ വിശേഷണങ്ങളും കൂടി പറയാം. കാരണം എന്താണെങ്കിൽ തീരെ ശോധന ഇല്ലാതെ കണ്ട് ഉദരസഫ എന്നാണ് കേട്ടോ അതിന്റെ പേര്. ഉദരസഫ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും രാജൻ സാർ പറയും നല്ല ഭക്ഷണമാണ് നല്ല ആരോഗ്യം. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഉദര ശുചീകരണത്തിന് ഏറ്റവും ഉത്തമമാണ് ഉദർസഫ. 12ഓളം ആയുർവേദ ചേരുവകൾ ചേർത്തുണ്ടാക്കിയ ഔഷധ കൂട്ടാണ് ഈ ഉദരസഫ. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക്, ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ, വിരശല്യത്തിന്, കഫം ഇളകിപ്പോകാൻ, ഇതൊക്കെ എന്താണെന്നോ ഇതിൽ അടങ്ങിയിരിക്കുന്ന ചുക്കിന്റെ ഗുണം കൊണ്ട്. ഇതിലിപ്പോ ആദ്യത്തെ കണ്ടന്റ് ചുക്കാണ്. ഈ ചുക്കുള്ളത് കൊണ്ട് നേരത്തെ പറഞ്ഞ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ്. എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇംഗ്ലീഷ് മെഡിസിനായ കായം ടാബ്ലറ്റ്, അങ്ങനെ എന്തോ ഒരു ടാബ്ലറ്റ് ഉണ്ട്. സ്ഥിരമായിട്ട് എന്റെ ഒരു വല്യച്ഛൻ അദ്ദേഹം ഉണ്ട്, ഒത്തിരി പ്രായമൊക്കെ ചെന്നിട്ടുണ്ട്. സ്ഥിരമായി അദ്ദേഹം അത് ഉപയോഗിക്കാറുണ്ട്. പ്രോസ്റ്റേറ്റിനൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു വല്യച്ഛനാണ് അദ്ദേഹം. അത് ഉപയോഗിച്ച് തീരെ അദ്ദേഹത്തിന് ശോധനയില്ല. അപ്പൊ ആയുർവേദത്തിൽ കാണിച്ചു, ഹോമിയോ കാണിച്ചു, അലോപ്പതി കാട്ടി. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ ലാസ്റ്റ് കായം ടാബ്ലറ്റിൽ നിന്ന് കുറച്ചൊരു സമാധാനം കിട്ടി. പക്ഷെ പിന്നെയും അത് ശരിയാവാണ്ടായി. അങ്ങനെ ഒരു ദിവസം എന്റെ വീട്ടിൽ ഇങ്ങനെ ഡിസ്പ്ലേ വാളിന്റെ റിനോവേഷന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ മെന്റർ സജീവ് സാർ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്, ആരോഗ്യ ക്ലാസ് കൊടുത്തപ്പോ അതിൽ ഈ കുഞ്ഞൻ പ്രൊഡക്റ്റിലെ ഈ ഉദരസഫനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർ കേൾക്കില്ലല്ലോ. അത് RCMന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. RCMന്റെ മാത്രമല്ല, നമ്മൾ എത്ര പവർ ആയിക്കോട്ടെ, നമുക്ക് എത്ര പത്രാസ് ഉണ്ടായിക്കോട്ടെ, നമുക്ക് എത്ര കഴിവുണ്ടായിക്കോട്ടെ, പ്രൊഡക്റ്റ് പറയാൻ എത്ര സാമർത്ഥ്യം ഉണ്ടായിക്കോട്ടെ,
അനുഭവങ്ങൾ നെഞ്ചു പൊളിച്ച് അവരുടെ മുൻപിൽ വെച്ചു കൊടുത്താലും ശരി. പറയില്ലേ ഭഗവാന്റെ ഹനുമാന്റെ നെഞ്ചു പൊളിച്ചാൽ അവിടെ ശ്രീരാമനെയും സീതേനെയും ഒക്കെ കാണാമെന്നാണ് പുരാണത്തിൽ പറയണേ. നമ്മുടെ നെഞ്ചിന്റെ കൂട് പൊളിച്ചു വെച്ചിട്ട് അതിൽ RCMന്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ട് എന്ന് കാണിച്ചു കൊടുത്താലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കില്ല, ഉറപ്പാ. അതുകൊണ്ടാണ് പറയുന്നത് തേർഡ് പാർട്ടി ബിസിനസ് ആണ് RCM. മറ്റൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് വിശ്വാസമാവും. ഇദ്ദേഹത്തിന് എന്നെ ഏറ്റവും ഇഷ്ടമാണ്, നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം വാങ്ങുന്നുണ്ട്, പക്ഷെ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല. അദ്ദേഹം ഈ ക്ലാസ് കേട്ടു അന്ന് വന്നിരുന്നു. എന്നിട്ട് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇതൊരെണ്ണം എനിക്ക് വേണം നന്ദാ, കാരണം എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ എന്നാ പറഞ്ഞത്. നിങ്ങളുടേത് എത്രത്തോളം ഗുണകരമാകും എന്നൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ പറഞ്ഞു. അദ്ദേഹം അത് കൊണ്ടുപോയി ഉപയോഗിച്ചു. ഇത്രയ്ക്കും അധികം സന്തോഷം ഞങ്ങളെ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര സുഖമായിട്ട് എനിക്ക് ശോധന ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് യൂദരസഫ. അദ്ദേഹം ഇന്നും അത് കഴിക്കുന്നുണ്ട്, ഒരു വക പ്രശ്നങ്ങളും ഇല്ല. കാരണം എന്താ, അതിലത്തെ ഇൻഗ്രീഡിയൻസ് അത്രയും പ്രാധാന്യമേറിയതാണ്. അതുകൊണ്ട് തന്നെ ആ ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് വിശദമായിട്ട് പറയാം. ചുക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ, രണ്ടാമത് ഇതില് ജീരകം അടങ്ങിയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ലാസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പൊ ഓരോ ഇൻഗ്രീഡിയൻസിന്റെയും ഗുണങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ രണ്ടാമത്തെ ജീരകമാണ്. ജീരകമുള്ളതിനാൽ രോഗപ്രതിരോധ ശേഷി കൂടും, ദഹന പ്രക്രിയ സുഗമമാക്കും, ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തും, നെഞ്ചരിച്ചിൽ ഇല്ലാതാക്കാൻ സഹായിക്കും, ദഹനേന്ദ്രിയ വ്യവസ്ഥയെ സുഗമമാക്കാൻ ജീരകം അതിവിശേഷമാണ്. ശ്വാസതടസ്സം വരുമ്പോൾ ജീരകം വറുത്ത് കഷായം ഉണ്ടാക്കിയിട്ട് കൊടുക്കാറുണ്ട്. ഇത് എന്റെ വീട്ടിൽ സ്ഥിര. കാരണം കുറച്ചൊന്നുമല്ല ഇവിടെ അമ്മൂമ്മമാരുണ്ടായിരുന്നത്, ഒരു വലിയ അമ്മൂമ്മമാരുടെ കുടുംബമാണ്, മുതുമുത്തശ്ശിമാരുടെ ഗംഭീരമായ ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെ തറവാട്. കിടപ്പ് രോഗികളായിട്ട് ഇഷ്ടം പോലെ എന്റെ അമ്മൂമ്മ, അവരുടെ അമ്മ, ഏട്ടന്റെ വീട്ടിലുള്ള അമ്മൂമ്മമാര്, കുറെ ആൾക്കാര്. അപ്പൊ ഇവരുടെയൊക്കെ പ്രധാന പ്രശ്നം എന്താ, അവസാന സമയമാവുമ്പോ അങ്ങനെ പറയൂലേ, ഇന്നൊന്നും വായു വലിച്ച് മരിക്കുന്നവരില്ല, ഇന്നൊക്കെ ആക്സിഡന്റുകളും കുഴഞ്ഞു വീണ് മരിക്കലൊക്കെയാ. പണ്ടെങ്ങനെയാ, കുറെ നാള് കിടന്ന് നമ്മൾ അരികത്തിരുന്ന് നമ്മുടെ പുണ്യഗ്രന്ഥമായ ഏതാണോ അതൊക്കെ വായിച്ച് നമുക്കറിയാം. ഈ കരണ ഞരമ്പ് ഇങ്ങനെ വീർത്ത് വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നോക്കിയിരുന്നിട്ടാണ് ആ സമയത്ത് ശ്വാസസംബന്ധമായ ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാൻ വേണ്ടി ഈ ജീരകം എടുത്ത് വറുത്ത് കഷായം വെച്ച് അതിൽ ധന്വന്തരം ഗുളികയൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പൊ എന്താ, അവർക്ക് സ്വയമേവ ശ്വാസം എടുക്കാൻ പറ്റാണ്ട് വരുമ്പോ ഈ ചെല്ലുന്ന ജീരകത്തിന്റെ പവർ കൊണ്ട് ചെറിയ രീതിയിൽ അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റും. തുളസിയുടെ ഇല കൊണ്ടൊക്കെയല്ലേ നമ്മൾ ചുണ്ടൊക്കെ നനച്ചു കൊടുക്കുക. ഇന്നതൊന്നും ഇല്ലാട്ടോ കാണാനായിട്ട്, ഇന്ന് അങ്ങനത്തെ മരണേ ഇല്ല. അപ്പൊ അതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് ഈ പറയുന്ന ജീരകം. ജീരകത്തിൽ ധാരാളം അയേൺ ഉണ്ട്. അനീമിയ പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വളരെ നല്ലതാണ് ജീരകം. ധാരാളം ആന്റി ഓക്സിഡുകളുള്ള നല്ലൊരു ഭക്ഷണമാണ് ജീരകം. RCMന്റെ ജീരകോ പറയാൻ വയ്യ. 2 മണി വായയിലിട്ടാല് അതിന്റെ ആ ഒരു ആസ്വാദനം, അതിന്റെ ഒരു ഭംഗി, അതിന്റെ ഒരു മണം, അതിന്റെ ഒരു രുചി, വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞാൽ കുടിക്കാനുള്ള ഒരു സന്തോഷം. സാധാരണ പൊതുമാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ജീരകം ഇന്ന് തിളപ്പിച്ചു കഴിഞ്ഞാൽ നാളേക്കൊരു മണാലേ, ഒരു വഴുവഴുപ്പുണ്ടാവും പാത്രത്തില്. നമ്മുടെ ജീരക വെള്ളത്തിന് അങ്ങനെ ഒരു പ്രശ്നേ ഇല്ല. ഇന്നലത്തെ വെള്ളം ധൈര്യമായിട്ട് ഇന്നെടുത്ത് കുടിക്കാം. ആ ജീരകത്തെ കുറിച്ച് പറയാൻ വയ്യ. ഞാനൊക്കെ ഹോം മീറ്റിങ്ങിന് പോകുമ്പോ കായത്തിന്റെ കുഞ്ഞ ഡബ്ബ ഉണ്ടല്ലോ നമ്മുടെ, അതിലിട്ട് കൊണ്ടുപോകും. ജീരകം ഇടും ഒരു കായത്തിന്റെ ഡബ്ബയില്, ഒരെണ്ണത്തില് കുറച്ച് മല്ലിപ്പൊടി ഇടും, ഒന്നില് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. അങ്ങനെയൊക്കെയാണ് രുചിച്ചു നോക്കാനായിട്ട് കൊടുക്കും. ടച്ച് ആൻഡ് ഫീൽ, അതാണ് RCMന്റെ പ്രൊഡക്റ്റ്. അതങ്ങോട്ട് തൊട്ട് കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി വരാൻ സാധിക്കും. പിന്നെ വരുന്നതാണ് പെരിഞ്ജീരകം. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇത്ര വിശദമായിട്ട് പറയുള്ളൂ കേട്ടോ, ബാക്കി നമുക്ക് ഓടിച്ച് പറയാം. പെരിഞ്ജീരകം മലബന്ധം ഇല്ലാതാക്കാനും ഗ്യാസ് ട്രബിളിന് പരിഹാരവുമാണ് പെരിഞ്ജീരകം. പിന്നെ നമ്മുടെ മെറ്റാബോളിസം, ഉപാപചയ പ്രവർത്തനം, അതിനെ ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നു. ആസ്മയും കഫക്കെട്ടും ഉള്ളവർക്ക് ഏറെ വിശേഷമാണ് ഈ ഒരു ഉൽപ്പന്നം. പെരിഞ്ജീരകം ഉദര രോഗങ്ങൾക്ക് ആശ്വാസം തരും. സ്ത്രീ ഹോർമോണായ ഈസ്ട്രജന് തുല്യമായ ഘടകങ്ങൾ പെരിഞ്ജീരകത്തിലുണ്ട്. ഈ പീരീഡ്സ് ഒക്കെ നിൽക്കുമ്പോൾ ഈസ്ട്രജന്റെ ഉൽപാദനം കുറയും. അപ്പോഴാണ് നമുക്ക് ആകെ ദേഷ്യം വരിക. മെനോപോസ് ആവുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വരും സ്ത്രീകൾക്ക്. അതിന്റെ പ്രധാന ഘടകം ഈസ്ട്രജൻ കുറയാനാ. അപ്പൊ ഈ ജീരകമൊക്കെ തിളപ്പിച്ച് കുടിച്ചോളൂ. അപ്പൊ നമ്മുടെ വുമൺ ടാബ്ലറ്റിന്റെ ഉപയോഗം കൂടി ഏറ്റവും നന്നായിട്ട് നമുക്ക് മുന്നോട്ട് പോവാൻ സാധിക്കും.
പിന്നെ ഒരു കണ്ടന്റാണ് അയമോദകം. ദഹന പ്രശ്നങ്ങൾക്ക്, ഗ്യാസ് ട്രബിള്, നെഞ്ചരിച്ചില്, അമിതവണ്ണം ഇല്ലാതാക്കാൻ ഒക്കെ അയമോദകം സഹായിക്കും. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ സഹായിക്കും. നിസാരമെന്ന് തോന്നുന്ന പലതും നമ്മുടെ ശരീരത്തിന് ഏറെ ഉപകാരപ്രദമാണ്. അതുപോലെ ഒന്നാണ് ഇത്തിരി കുഞ്ഞനായ അയമോദകം. പലവിധ ട്യൂമറുകളെ ഇല്ലാതാക്കാൻ സഹായിക്കും. ചർമ്മത്തിലുള്ള ടോക്സിനുകളെ നീക്കം ചെയ്യാൻ സഹായിക്കും. അയമോദകത്തിൽ നന്നായിട്ട് ആന്റി ഓക്സിഡന്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഈ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അതുപോലെ ശരീരത്തിലുള്ള വിഷാംശം നീക്കം ചെയ്യാൻ നല്ലതാണ്. ലിവർ, കിഡ്നി എന്നീ അവയവങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും അയമോദകത്തിന് സാധിക്കും. മഞ്ഞളിന്റെ കൂടെ നമ്മുടെ മഞ്ഞളാവണം കേട്ടോ, RCM മഞ്ഞളിന്റെ കൂടെ അയമോദകം കൂടി പൊടിച്ച് ചേർത്ത് പുരട്ടിയാല് ചർമ്മത്തിൽ ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരമാകും. ഇപ്പൊ നമുക്ക് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ പുരട്ടിയാലും മതി, പക്ഷെ അതിന്റെ കൂടെ അയമോദകം കൂടി പൊടിച്ച് ചേർത്താൽ ഏറ്റവും ബെസ്റ്റ് ആണ്. ധാരാളം ഫൈബർ ഉള്ളതിനാൽ നന്നായി ദഹനം നടക്കും. പിന്നെയാണ് കടുക്ക. ദഹനത്തിന് നല്ലത്, വാതരോഗത്തിന് നല്ലത്, ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ നല്ലത്. കടുക്കയുടെ തൊണ്ടാണ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. വാദം, പിത്തം, കഫം രോഗങ്ങൾക്ക് ഏറെ ഫലപ്രദമാണ്. അതുപോലെ അതിസാരം, വ്രണങ്ങള്, പൊള്ളല്, ശുക്ലം വർദ്ധിപ്പിക്കാനും ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ. നേത്ര രോഗങ്ങൾക്ക് പ്രതിവിധിയാണ്. അങ്ങനെ ആയുർവേദത്തിൽ ഇതിനൊക്കെ ആയിട്ട് കടുക്ക ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഇരട്ടി മധുരം. കഫം സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഉറക്കക്കുറവ് ഇല്ലാണ്ടാക്കും. അൾസർ, കുടൽപുണ്ണ്, മൂലക്കുരു ഇവ മാറാനായിട്ട് ഉത്തമമാണ്. നിത്യവും നമ്മൾ ഉപയോഗിക്കുന്ന ചായയില് ഇരട്ടി മധുരം ഇട്ടൊന്ന് കഴിച്ചോളൂ. ഒന്ന് ചതച്ചിട്ട് ഇരട്ടി മധുരം ഇട്ട് തിളപ്പിച്ച് ചായ കുടിക്കും. നമ്മുടെ ചായപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ദഹനം നടക്കും. പിന്നെ സ്ത്രീകളുടെ ആർത്തവ വേദന കുറയ്ക്കാൻ നല്ലതാ. ഞാനതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാ. തുടക്കത്തിൽ നമുക്ക് ഈ ഒന്നും കിട്ടിയില്ലല്ലോ. അപ്പൊ ഈ ഇരട്ടി മധുരമൊക്കെ കഷ്ണം വായിലിട്ട് കടിച്ചു പിടിക്കും. അതിന്റെ നീരൊക്കെ ഇറങ്ങുമ്പോ ചെറിയൊരു ശമനം വയറുവേദനയ്ക്ക് കിട്ടിയിരുന്നു. പിന്നെ പ്രതിരോധ ശേഷി കൂട്ടാൻ നല്ലതാണ്. പിന്നെ ഏറ്റവും ബെസ്റ്റ്, അതെനിക്ക് അറിയില്ലായിരുന്നു, നമ്മുടെ ഡോക്ടർ, എന്റെ എന്ന് പറയാൻ പാടില്ല, നമ്മുടെ സ്വന്തം ഡോക്ടർ വൈദ്യനാഥൻ ഡോക്ടർ രാജൻ സാറ് ക്ലാസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോ ശബ്ദം പോകും. പലപ്പോഴും നിരന്തരമായി നമ്മൾ തൊണ്ട ഉപയോഗിക്കുമ്പോൾ ശബ്ദം തീരെ ഇല്ലാണ്ടൊരവസ്ഥ വന്നപ്പോ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ജയശ്രീ, ഈ ഒരു ഇരട്ടി മധുരത്തിന്റെ പൊടി വാങ്ങിയിട്ട് നമ്മുടെ തേൻ ഉപയോഗിച്ചിട്ട് ഒരു ലേഹ്യം പോലെ ഉണ്ടാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് നുണഞ്ഞു കഴിച്ചോളൂ എന്ന് പറഞ്ഞു. കറക്റ്റ് ഒരു 3 നേരം ചെന്നപ്പോഴേക്കും ഭംഗിയായിട്ട് സൗണ്ട് തിരിച്ചു കിട്ടി. അപ്പൊ നമ്മുടെ ശബ്ദം മനോഹരമാക്കാൻ, പാട്ടുകാരൊക്കെ ദിവസവും കഴിക്കേണ്ട അത്ര ഇരട്ടി മധുരം, അപ്പൊ ശബ്ദത്തെ സുന്ദരമാക്കാനായിട്ട് അത് നല്ലതാണ്. ഓർമ്മശക്തി കൂട്ടാൻ നല്ലതാണ്. കരിമംഗലം, മുഖത്ത് വരുന്ന കരിമംഗലം മാറാനായിട്ട് അത് അരച്ച് തേൻ ചേർത്ത് പുരട്ടിയാൽ മാറും. അതുപോലെ നെഞ്ചിടിപ്പ്, നെഞ്ചിനൊരു താളമൊക്കെ ഉണ്ട് കേട്ടോ. ആർക്കും അതൊക്കെ കേൾക്കാൻ നേരം. അപ്പൊ കൃത്യമായി നോക്കിയാൽ നെഞ്ചിനൊരു താളുണ്ട്. ആ താളം പതുക്കെയാക്കാൻ, അതായത് നേരെയാക്കാൻ, ഒരു ചന്തത്തിലൊന്നും ഇടിപ്പ് ആക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. നേത്ര രോഗങ്ങൾക്കും കാഴ്ച കൂട്ടാനും സൂപ്പറാണ്. പിന്നെ കണിക്കൊന്നയുടെ വിത്ത് നമ്മൾ എപ്പോഴും കാണുന്നതാണ് അല്ലെ. ഇപ്പതേ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ധാരാളമായിട്ട് പൂത്തിറങ്ങുന്ന സമയ. അപ്പൊ നല്ല ശോധന ഉണ്ടാക്കാൻ നല്ലതാണ്. ത്വക്ക് സംബന്ധമായ രോഗങ്ങൾക്ക് ശമനം കിട്ടും. ആന്റി ഫംഗലും ആന്റി ബാക്ടീരിയയുമാണ്. കൃമിശല്യം കുറയ്ക്കും. അതുപോലെ കരൾ രോഗത്തിന്, ഹൃദയ രോഗത്തിന് നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മാസം മാർച്ച് ഏപ്രിൽ സുലഭമായി കിട്ടുന്നതാണ് കണിക്കൊന്ന. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് പല കാര്യങ്ങൾക്കും. വിഷുവൊക്കെയായ കണി വെക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അത്രയും ഔഷധ ഗുണമുണ്ട്. ചർമ്മരോഗങ്ങൾക്ക് ഏറെ ഫലപ്രദമാണ്. കണിക്കൊന്നയുടെ പൂവും ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് പുരട്ടിയാല് ചൊറി ചിരങ്ങിന് ശമനം കിട്ടും. ഞാനൊരു ചൊറിയുള്ള കുട്ടിയായിരുന്നു. കുട്ടീനാന്ന് പറയാ, അന്ന് കുട്ടിയല്ലേ, നമ്മളിപ്പോഴും കുട്ടി തന്നെ അമ്മയ്ക്ക് അല്ലെ. അമ്മയുള്ള അച്ഛനുള്ള കാലത്തോളം വരെ 50 വയസ്സല്ല 70 വയസ്സല്ല, എത്ര വയസ്സ് വരെ നമ്മുടെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ, നമ്മുടെ അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ടോ, നമ്മൾ കുട്ടിയാണ്. അത് കഴിയുമ്പോഴാണ് നമ്മൾ പിന്നെ തള്ളയാവുള്ളൂ. അപ്പൊ ഇപ്പോഴും ഞാൻ കുട്ടിയാ. അപ്പൊ ചെരങ്ങ് ചൊറി സ്ഥിരമായിരുന്നു. കാരണം എന്താ, ചെറുപ്പകാലങ്ങളിൽ ആടൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലെ. അപ്പൊ ആടിനെയൊക്കെ പുല്ല് പറിക്കാനായിട്ട് അമ്മയുടെ കൂടെ പോവും. നിറയെ ചളിവെള്ളത്തിലൊക്കെ നിന്നിട്ട് അതൊക്കെ പറിച്ചു വരുമ്പോഴേക്കും ആ ചളിവെള്ളത്തിന്റെ മട്ടുകൊണ്ട് കാല് മൊത്തം ചെരങ്ങും ചൊറിയും വന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പൊ അന്ന് വൈദ്യനെ കാണിക്കുമ്പോ, ആയുർവേദ ഡോക്ടറെ കാണിക്കുമ്പോ അദ്ദേഹം എഴുതി തരുന്നതാണ് എന്ത്, കണിക്കൊന്നയുടെ പൂവും ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് പുരട്ടിയാൽ. അന്ന് തവിടെണ്ണയൊന്നും ഇല്ലല്ലോ, അറിയില്ലല്ലോ, ഇല്ലാഞ്ഞിട്ടല്ല, അറിഞ്ഞുകൂടാ. അപ്പൊ ഇതൊക്കെ നമുക്ക് മാറി കിട്ടും. വളരെ നല്ലതാണ്. പിന്നെ കണിക്കൊന്നയുടെ തളിരില അരച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടിക്കൊപ്പം ചേർത്ത് പുരട്ടിയാല് ചുണങ്ങ് മാറും. തൊറാക്സിനൊന്നും പോയിട്ട് വാങ്ങിച്ച് പെരട്ടണ്ട ഇംഗ്ലീഷ് മരുന്ന്, ഒരാവശ്യമില്ല. കണിക്കൊന്നയുടെ തളിരില അരയ്ക്കുക, നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക,
പെരട്ടുക. ചുണങ്ങിന് ഏറ്റവും ശമനം കിട്ടും. പിന്നെ കാരുപ്പ് ക്ഷാരഗുണമുള്ളതിനാൽ മലവിസർജന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. രക്തസമ്മർദ്ദം കൂടിയവർക്കും നല്ലതാണ് കാരുപ്പ്. ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നോർമലാക്കാൻ സഹായിക്കും. ധാരാളം ധാതുക്കളുണ്ട്, വിറ്റാമിനുകളുണ്ട്. ശരീരത്തിലെ വിഷവസ്തുക്കളെ പുറംതള്ളി രോഗശമനം നമുക്ക് തരും. കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഭക്ഷണത്തിൽ കാരുപ്പ് ചേർത്ത് കഴിച്ചാൽ ഏറ്റവും നല്ലതാണ്. അസ്ഥിക്ഷയം തടയാനായിട്ട് എപ്പോഴും ഉണ്ടല്ലോ എല്ലിന് ബലമില്ല. രാജൻ സാറിന്റെ ആ ഒരു മെഷീനിൽ കയറി എന്ന് അറിയാം എല്ലിന്റെ ബലം എത്രത്തോളം ഉണ്ടെന്ന്. ആർക്കും ഇല്ല എല്ലൊന്നും. അപ്പൊ എല്ലിന്റെ ആ ഒരു ക്ഷയം തടയാനായിട്ട് ഒരു നുള്ള് കാരുപ്പ് ചേർത്തിട്ട് ദിവസം കുറച്ച് വെള്ളം കുടിക്കുക, ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ നമ്മുടെ ന്യൂട്രി ചാർജ് ബീജൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ അടുത്തതാണ് ഇന്ദുപ്പ്. ഇത് തന്നെ മലബന്ധം കുറയ്ക്കാൻ നല്ലത്, BP കുറയാൻ നല്ലത്, ഉപാപചയ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ നല്ലത്, നന്നായിട്ട് ഉറക്കം നമുക്ക് കിട്ടും. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഹിമാലയം റോക്ക് സാൾട്ട്, പിങ്ക് സാൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കടകളിൽ കിട്ടും ഈ ഉപ്പ്. അപ്പൊ ഇതിൽ ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഉപ്പ് ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ വിഴാലരി കൃമിശല്യത്തിന് ഫലപ്രദമാണ്. കൊഴുപ്പില്ലാതാക്കാൻ ഉത്തമമാണ്. വിശപ്പില്ലായ്മയെ പരിഹരിക്കും. കഫ, വാത, പിത്ത രോഗങ്ങളെ ഇല്ലാതാക്കും. ത്വക്ക് രോഗങ്ങൾക്ക് പരിഹാരമാണ്. പലർക്കും പല റിസൾട്ടാണ് കേട്ടോ കിട്ടുക. ന്യൂട്രിചാർജ് വുമൺ ഉപയോഗിക്കുമ്പോൾ ഒരാൾക്ക് വയറുവേദനയാണ് മാറിയതെങ്കിൽ ഒരാൾക്ക് PCOD ആണ് മാറുക, മറ്റൊരാൾക്ക് ഫൈബ്രോയിഡ് ആണ് മാറുക, മറ്റൊരാൾക്ക് സിസ്റ്റ് മാറും, വേറൊരാൾക്ക് തൈറോയിഡ് മാറും, വേറൊരാൾക്ക് ക്ഷീണം മാറും, മറ്റൊരു വ്യക്തിക്ക് തണ്ടൽ വേദന മാറും. അപ്പൊ ഓരോ പ്രൊഡക്റ്റും പലർക്കും പല റിസൾട്ടാണ് കിട്ടുക. ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്. ഇനി വരുന്നത് മധുരക്കിഴങ്ങാണ്. നാരുകൾ ധാരാളം അടങ്ങിയത് കൊണ്ട് ദഹനത്തിന് നല്ലതാണ്. പ്രമേഹ രോഗികൾക്ക് നല്ലതാണ്. രോഗപ്രതിരോധ ശേഷി കൂട്ടും, പ്രഷർ കുറയ്ക്കും, ശരീരത്തിലെ വിഷാംശം ഇല്ലാണ്ടാക്കും. മിനറൽസും ഫൈബറും ആന്റി ഓക്സിഡന്റും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വിറ്റമിൻ D ഉള്ളത് കൊണ്ട് എല്ലിന് കൂടിയിട്ട് ബലം കിട്ടും. പിന്നെ റോസിന്റെ സത്ത് വരുന്നുണ്ട്. വയറ് തണക്കാൻ നല്ലതാണ്, വായ്പുണ്ണ് മാറാൻ നല്ലതാണ്, ആന്റി ഓക്സിഡന്റ് ആണ്, സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഇത്രയും ഉൽപ്പന്നങ്ങൾ, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർന്നതാണ് നമ്മുടെ ഉദരസഫ. ഏറ്റവും മനോഹരം, ഉദരത്തെ പൂർണ്ണമായും ക്ലിയർ ആക്കാൻ പറ്റിയ വണ്ടർഫുൾ പ്രൊഡക്റ്റ്. ഇത് കുട്ടികൾക്കാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണ്, മുതിർന്നവർക്കാണെങ്കിൽ 1 ടീസ്പൂണും ആവാം. ഇനി തീരെ പോണില്ല എന്നുണ്ടെങ്കിൽ, മലബന്ധം ഉണ്ടെങ്കിൽ 2 ടീസ്പൂൺ വരെ കഴിക്കാം. വയറിളക്കിയിട്ട് പോകുന്നില്ല കേട്ടോ. സ്വസ്ഥമായിട്ട് നമുക്ക് ബാത്റൂമിൽ ചെന്നിരുന്നാൽ ഫീൽ ചെയ്ത് പോകുന്ന പറയണേ. അതായത് നമ്മുടെ വയറൊക്കെ ഒന്ന് ഒഴിഞ്ഞു എന്നുള്ളൊരവസ്ഥ. രാജൻ സാർ പറയാറുണ്ടല്ലോ, ഇപ്പോഴത്തെ ബാത്റൂമുകളിലൊക്കെ ഷെൽഫ് പണിത് വെച്ചേക്കുക അത്രേ. പുസ്തകം പുതിയ പെര പണിയുമ്പോഴേ ബാത്റൂമിന്റെ ഉള്ളില് പുസ്തകം വെക്കാനുള്ള ഷെൽഫാ. കാരണം ഒന്നും പോണില്ല. അപ്പൊ അവിടെ ചെന്നിരുന്ന് ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോഴേക്കും എന്നാ പറയാനേ മലമൂത്ര വിസർജനമൊക്കെ നടക്കുന്നുള്ളൂ. പക്ഷെ നമ്മളുടെ തവിടെണ്ണയൊക്കെ കുടിച്ചു കഴിഞ്ഞ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സൂപ്പറാണ്. അപ്പൊ കുഞ്ഞുമക്കൾക്ക് നമുക്ക് കൊടുക്കാം, 1/2 ടീസ്പൂൺ കൊടുക്കാം. എല്ലാ ഭക്ഷണവും കഴിഞ്ഞിട്ട്, അത്താഴം കഴിഞ്ഞിട്ട് അവർ കിടക്കാൻ നേരത്ത് ഇത്തിരി ചൂടുവെള്ളത്തില്, അവർക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, കുഞ്ഞുമക്കൾക്ക് ഇതൊക്കെ കുടിക്കാൻ ഇഷ്ടം ഉണ്ടാവുമോ. അപ്പൊ പണ്ട് അമ്മമാര് അഷ്ടചൂർണം തരും തേനിൽ ചാലിച്ചിട്ട്. നമ്മുടെ തേൻ എടുത്തിട്ട് ഇത് ചാലിച്ചിട്ട് കൊടുത്തോളൂ, വെള്ളത്തിൽ കൊടുക്കണം എന്നില്ല. അപ്പൊ കുഞ്ഞുമക്കൾക്ക് വെറുതെ നമ്മുടെ തേൻ എടുത്തിട്ട് അതിൽ ഇത്തിരി ചാലിച്ചിട്ട് കുഞ്ഞുമക്കൾക്ക്, ഏത് കുഞ്ഞിനും കൊടുക്കാന്ന്, ഒരു പ്രശ്നവും. ഇനി പെറ്റ് വീണ കുഞ്ഞാണോ അതിനും ഈ അപ്പി പോണില്ലാച്ച കൊടുത്തോളോ, എന്താ ഇപ്പൊ ഇതില് പ്രശ്നമുള്ളേ? യാതൊന്നുമില്ല. ഒരു നുള്ള അതിന്റെ തേനും വയമ്പോ അതിന്റെ വായിൽ തേക്കുന്ന പോലെ നമുക്ക് കൊടുക്കാം. കാരണം നമ്മുടെ ഒരു പ്രൊഡക്റ്റും പ്രകൃതിക്കും മനുഷ്യനും ഹാനികരമല്ല. അപ്പൊ രാത്രി കിടക്കാൻ നേരത്ത് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് കൊടുക്കാം. ഒരു ബോട്ടിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ കഴിയണവരെ ഉപയോഗിക്കണേ, എന്നാലാണ് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഗർഭിണിയായിട്ട് 3-ാം മാസം പ്രസവിക്കാനൊന്നും പറ്റില്ലല്ലോ. അത് പ്രസവിക്കാൻ പറ്റും, പക്ഷെ ആ കുട്ടിയെ കൊണ്ട് നമുക്ക് എന്താ ഉപകാരം ഉണ്ടാവുക? അപ്പൊ ഒരു 9 മാസം അത് പൂർത്തിയാക്കിയാൽ തന്നെയാണ് നല്ല കുട്ടീനെ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അപ്പൊ എന്ന പോലെ ഇതൊന്ന് തുറന്നാല് ഇത് കഴിയണവരെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാം. ഒരു 12 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. 1 ചുക്ക്, 2 ജീരകം, 3 പെരിഞ്ചീരകം, 4 അയമോദകം, 5 കടുക്ക, 6 കണിക്കൊന്നയുടെ വിത്ത്, 7 ഇരട്ടി മധുരം, 8 വിഴാലരി, 9 കാരുപ്പ്, 10 ഇന്ദുപ്പ്, 11 മധുരക്കിഴങ്ങ്, 12 റോസിന്റെ സത്ത്. MRP 75, DP 55, PV 34. പിന്നെ വരുന്നത് അഗ്നിസന്ദീപൻ ചൂർണം. അടുത്ത കളർ അല്ലെ, എന്തൊരു ഭംഗിയുള്ള കളറാ നോക്കൂ. ഒരു പ്രത്യേക തരം പച്ച കളർ. നിറങ്ങൾക്ക് തന്നെ ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട്. അഗ്നിസന്ദീപൻ ചൂർണം നല്ല വിശപ്പ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഉൽപ്പന്ന. കുറെ പ്രായം ചെന്നവരും പറയും, കുഞ്ഞുമക്കളും പറയും, എന്ത് വിശപ്പില്ല 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 എന്നുള്ളത്. ഇപ്പൊ പിന്നെ അതൊന്നും ഇല്ല.
പണ്ട് അമ്മമാര് അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ ഒക്കത്തിരുത്തിയിട്ട് അമ്പിളിമാമനെ കാട്ടിയിട്ടും ഭൂതത്തെ കാട്ടിയിട്ടും ഒക്കെയാണ് വായിൽ ചോറും കുറുക്കൊക്കെ കുടുക്കി കൊടുക്കുക. ഇന്നിപ്പോ അമ്മമാർക്കും നേരമില്ല, കുട്ടികൾക്കും നേരമില്ലാത്ത അവസ്ഥയായി അല്ലെ. ഇന്നൊക്കെ റെഡിമെയ്ഡ് ഫുഡുകളും കാര്യങ്ങളിലേക്ക് നീങ്ങി ആർക്കും ആരെയും നോക്കാൻ നേരമില്ല. പക്ഷെ വിശപ്പില്ല എന്ന് പറയുമ്പോ അവിടെ അമ്മയ്ക്കൊക്കെ അങ്ങനെ പറയാറുണ്ട്, ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് ദഹനം കുറയും. അപ്പൊ അതുകൊണ്ട് എന്താ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ്, വായയുടെ രുചിയൊക്കെ പോകും. എന്ത് കഴിച്ചാലും പറയും ഇതിനൊന്നും ഒരു ടേസ്റ്റ് ഇല്ല, എനിക്ക് ഒന്നും അറിയണില്ല എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വയറിനുള്ളിൽ ഒരു അഗ്നി ഉണ്ട്. ആ ജഠരാഗ്നിയെ ഉദ്ദീപിപ്പിക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഉൽപ്പന്നമാണ് നമ്മുടെ അഗ്നിസന്ദീപൻ ചൂർണം. ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപ് ഇളം ചൂടുവെള്ളത്തില് 1/2 ടീസ്പൂൺ കലക്കി കുട്ടികൾക്കും 1 ടീസ്പൂൺ കലക്കിയിട്ട് മുതിർന്നവർക്കും കൊടുക്കുക. അപ്പൊ നല്ല വിശപ്പുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വയറിനുള്ളിൽ ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരമാണ് അഗ്നിസന്ദീപൻ ചൂർണം. പേര് തന്നെ അഗ്നിയാണ് അല്ലെ. അപ്പൊ ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി എന്ന് 5 പഞ്ചാത്മക ചേരുവകളാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരം. ആ ശരീരത്തിൽ ഓരോന്നും അതിൻ്റെതായ രീതിയിൽ പരിപാലിച്ചാൽ മാത്രമാണ് ഈ ദേഹം ജീവനോടെ ഇരിക്കുന്ന കാലത്ത് ഇതിന്റെ ഉള്ളിലെ ദേഹിക്ക് അതിന്റെ പ്രവർത്തനം നടത്താനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ മരിച്ചു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒന്നും പോണില്ല. കണ്ണും മൂക്കും നാവും തൊക്കും ഒക്കെ ഉണ്ട് അല്ലെ. അതേപോലെ തന്നെയാണ് അവിടെ കിടക്കണേ. പക്ഷെ അതിനുള്ളിൽ ഉണ്ടായിരുന്ന ദേഹി അങ്ങോട്ട് പോയി. ദേഹി പോയപ്പോഴാണ് ഈ ദേഹത്തിൽ ജീവൻ ഇല്ലാണ്ടാകുന്നത്. അപ്പൊ ജീവൻ പോകുന്നതിന് മുൻപ് ഈ വക ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ആ ജീവനെ പരിപാലിക്കാം. അപ്പൊ ശരീരത്തിലേക്ക് ഏറ്റവും ബെസ്റ്റ് വിശപ്പുണ്ടാവാനായിട്ട് അഗ്നിസന്ദീപൻ ചൂർണം ഉപയോഗിക്കാം. 50 രൂപ MRPയും 39 രൂപ DPയും 24 PV നമുക്കുണ്ട്. പിന്നെ വരുന്നതാണ് ഹിംപേഡ. നോക്കൂ, അടുത്ത കളർ അല്ലെ, വേറൊരു മനോഹരമായ നിറം. എല്ലാം ബഹുവർണ്ണങ്ങളാൽ കേമാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റും. ആസ്വദിച്ച് കഴിച്ച് ആരോഗ്യം നേടാൻ പറ്റിയ ഉൽപ്പന്നങ്ങളാണ് ഓരോന്നും. കൃത്രിമമായ കളറുകളില്ല, പ്രിസർവേറ്റീവ്സ് ഇല്ല, വയറിനുള്ളിലെ അസ്വസ്ഥതകളെ മുഴുവനും ഇല്ലാണ്ടാക്കും, ദഹന പ്രക്രിയ സുഗമമാക്കും, വരശല്യം ഒഴിവാക്കും. ബെസ്റ്റ് ആണ് കേട്ടോ വരശല്യത്തിന് ഏറ്റവും സൂപ്പറായ ഒരു പ്രൊഡക്റ്റ്. കുഞ്ഞുമക്കൾക്ക് വരെ കൊടുക്കാം. നല്ല പോലെ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കൊടുത്തിട്ട്. വരശല്യത്തിന് ബെസ്റ്റാണ്. കഫക്കെട്ട്, ചുമ എന്നിവയെ ചെറുക്കുന്നു. അണുബാധ തടയാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കും. മൗത്ത് ഫ്രഷ്നർ ആയിട്ടും ഉപയോഗിക്കാം. ഇപ്പൊ പിന്നെ നമുക്ക് നല്ലൊരു മൗത്ത് റിഫ്രഷ്നർ വന്നിട്ടുണ്ട്. എന്നാലും ഇതും നമുക്ക് മൗത്ത് ഫ്രഷ്നർ ആയിട്ട് ഉപയോഗിക്കാം. വിശപ്പുണ്ടാകാനും ദഹനം ഉണ്ടാകാനും ദിവസേന ഒരു 2 അല്ലെങ്കിൽ 3 നമുക്ക് കഴിക്കാം. ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒരു 9ഓളം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. 1 തിപ്പലി, 2 മല്ലി, 3 കടൽപ്പാറ ഉപ്പ്. എന്ന് വെച്ചാൽ മെഗ്നീഷ്യം, കാൽസ്യം ധാരാളമുള്ള ഉപ്പാണത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. 4 കുരുമുളക്, 5 ചെറുനാരങ്ങ, 6 അമ്പഴം, 7 കായം, 8 കാരുപ്പ്, 9 ശർക്കര. ഇതിന് MRP വരുന്നത് 52, DP 43, PV നമുക്ക് വരുന്നത് 26. അപ്പൊ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും PV ഉണ്ട്. പുറത്തുനിന്ന് നമുക്ക് PV കിട്ടാൻ ഒരു മാർഗവും ഇല്ല. അവിടെ കമ്പനി 50% ഉണ്ടാക്കുന്ന കമ്പനി 50% എടുക്കും. ഇടനിലക്കാരും പരസ്യക്കാരും കൂടി 50% എടുക്കും. പാവം ഉപയോഗിക്കുന്ന നമ്മുടെ കൈക്ക് കിട്ടുന്നത് വട്ടപൂജ്യം. ഇവിടെ എങ്ങനെയാ, RCMൽ അങ്ങനെയല്ലല്ലോ. 45% കമ്പനിയും 45% നമ്മൾ ഉപഭോക്താവിനും കഴിച്ച് ബാക്കി 10% ഷോപ്പ് ഇടുന്നവർക്കും കൂടി കിട്ടും. അപ്പൊ ശരിക്കും ഉൽപ്പന്നത്തെ നമുക്ക് ആസ്വദിച്ച് PVയോട് കൂടി ഉപയോഗിക്കാം. PV ഇല്ലാത്ത ഒന്നും നമുക്ക് വേണ്ടാന്നേ. PV ഉള്ള ഉൽപ്പന്നങ്ങളെ സ്നേഹിക്കുക, അത് ഉപയോഗിക്കുക. പിന്നെ വരുന്നതാണ് ജലജീര കേട്ടോ. എന്താണെന്നറിയോ, ഇത് ഇപ്പൊ ഉണ്ടല്ലോ, ഇതിന്റെ കളർ നോക്കൂ, വേറൊരു ഭംഗിയുള്ള ഒരു മഞ്ഞ കളർ അല്ലെ. ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ സൂപ്പറാ ജലജീര. കാരണം എന്താ, നല്ല വെയില. ഇന്നൊക്കെ എന്തായിരുന്നു എന്നറിയോ, ഇന്നലെ ഇന്നത്തെയൊക്കെ ചൂട്. പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോ സൺസ്ക്രീൻ ഒക്കെ ഉള്ള കാരണം കൊണ്ടാണ് രക്ഷപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകുമായിരുന്നു. പിന്നെ കുടിച്ചിപ്പൊക്കെ കലക്കിയിട്ടാണ് കൊണ്ടുപോവുക. വെള്ളം, ബിസ്ക്കറ്റും ഉണ്ടാവും ബാഗില്. അപ്പൊ അടിപൊളിയാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകളും. നമ്മൾ തീയിൽ കുരുത്തതാന്ന് പറയില്ലേ, RCMന്റെ ഉൽപ്പന്നങ്ങള് ഹൃദയത്തിൽ ഏറ്റെടുത്ത ഏതൊരു കുഞ്ഞും ഒരു വെയിലത്തും പാടില്ല. തീയിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടാൽ അതീന്ന് കുരുത്ത് നമ്മൾ പോരും. അതോ അനുഭവം കൊണ്ട് പറയുന്നതാ. അപ്പൊ 10 ചേരുവകൾ അടങ്ങിയ അത്യപൂർവമായ ഒരു ഔഷധക്കൂട്ടാണ് ജലജീര. നെഞ്ചരിച്ചില്, ഗ്യാസ് എന്നിവയ്ക്ക് ആശ്വാസം, അമിതമായ ചൂടിൽ നിന്ന് മോചനം, ശരീരവേദന ശമിക്കും, ഉന്മേഷം നൽകും, ഉപാപചയ പ്രവർത്തനം മെച്ചപ്പെടുത്തും, ദഹന വ്യവസ്ഥ മെച്ചപ്പെടുത്തും, വിളർച്ച കുറയ്ക്കും, ചർമ്മത്തെ ആരോഗ്യകരമായി നിലനിർത്തും, എരിവും പുളിവും കലർന്ന പാനീയമാണ്.
അപ്പൊ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം, അതിൽ കഴിക്കാം. അല്ലെങ്കിൽ തണുത്ത കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കാം. പുളിയില്ലാത്ത തൈര് ഉണ്ടെങ്കിൽ അത് എടുക്കാം. എന്നിട്ട് അതിലൊക്കെ എടുത്തിട്ട് ഒന്നുകിൽ 5 ഗ്രാം അല്ലെങ്കിൽ 10 ഗ്രാം ജലജീര പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഉപയോഗിക്കാം. ഏറ്റവും ബെസ്റ്റ് ആണ്. നിങ്ങൾ ഡെയിലി കുടിച്ചോളൂ. ഞാനിത് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ല സുഖമാണ്. പുറത്തൊക്കെ പോയി വന്നിട്ട് കുടിച്ചാണ്ടല്ലോ, സൂപ്പർ. ഇനി അതല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഒരു ഇത്തിരി വെള്ളം, തണുത്ത വെള്ളം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. ഇപ്പൊ എനിക്ക് കുടിക്കണം, ഞാൻ ഒറ്റയ്ക്ക് കുടിക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് ആവശ്യം ഇപ്പൊ ഒരു കപ്പ്, അതായത് 2 ഗ്ലാസ് വെള്ളം, ഒരു കപ്പ് വെള്ളമൊക്കെ ഞാൻ കുടിക്കും. ധാരാളം വെള്ളം കുടിക്കാറുണ്ട്. അതൊക്കെ രാജൻ സാറിനോട് ഒരുപാട് നന്ദി വൈദ്യനാഥനോട് പറയാണ്. അദ്ദേഹം പറഞ്ഞതിന് ശേഷമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത്. അല്ലെങ്കിൽ വെള്ളമൊന്നും തീരെ കുടിക്കാറുന്നില്ല. പക്ഷെ ഇപ്പൊ നന്നായിട്ട് വെള്ളം കുടിക്കും. അതിന്റെ മാറ്റങ്ങളൊക്കെ ശരീരത്തിലുണ്ട്. അപ്പൊ ഒരു 2 ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ അതിലൊരു കഷ്ണം ഇഞ്ചി ചതച്ചിടുക, അതിലൊരു പച്ചമുളക് ചതച്ചിടുക, അതിൽ ഇത്തിരി നമ്മുടെ ഉപ്പിടുക, ഒരു അരമുറി പകുതി ഇട്ട ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് പിഴിഞ്ഞ് ചേർക്കുക. നമ്മുടെ ജലജീരയുടെ പൊടി ഒരു 5 ഗ്രാം മതി. അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സി ഒന്നും വേണ്ടന്നേ, ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് ഒന്നുകിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആറ്റുക, അല്ലെങ്കിൽ നമ്മുടെ സ്പൂൺ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുടിച്ചാല് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു ചൂടിൽ നിന്ന് സുഖകരമായ ആശ്വാസം, നമ്മുടെ ശരീരം തണുക്കും, നമ്മുടെ മനസ്സ് തണുക്കും. ഏറ്റവും ബെസ്റ്റ്. അപ്പൊ ഇത്രയും ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഇനി ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയാം. ഒരു 10ഓളം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. 1 ജീരകം, 2 തിപ്പലി, 3 ശർക്കര, 4 നാരങ്ങ, 5 മാങ്ങയുടെ പൊടി, 6 പുതിന, 7 കാരുപ്പ്, 8 കുരുമുളക്, 9 ഇഞ്ചി, 10 ഇന്ദുപ്പ്. ഇതിന്റെ MRP 50, DP 41, PV വരുന്നത് 25. അപ്പൊ ഇത്രയും ഉൽപ്പന്നങ്ങൾ കേട്ടോ. അതിമനോഹരമായ ഈ പറയുന്ന ചന്തമുള്ള, കാണാൻ ഭംഗിയുള്ള, ഒരു കൈക്കുമ്പിളിൽ നമുക്ക് കൊണ്ടുപോകാവുന്ന ഇത്രയും ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാല് നമ്മുടെ വയറ് ശരിയായി, അതോടുകൂടി നമ്മുടെ ആരോഗ്യം ശരിയായി. അങ്ങനെ RCM ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിലൂടെ ഏവർക്കും വയറും ശരിയാവട്ടെ, സന്തോഷവും കിട്ടട്ടെ, സമാധാനവും കിട്ടട്ടെ, ഐശ്വര്യം കിട്ടട്ടെ, സമ്പത്ത് കിട്ടട്ടെ. എല്ലാവർക്കും ഗംഭീര വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന എന്റെ എല്ലാ ഗുരുനാഥന്മാർക്കും സ്നേഹം, നന്ദി. ജയ് RCM, ഗുഡ് RCM. താങ്ക് യു ഓൾ ലീഡേഴ്സ്. താങ്ക് യു.